ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്ട്സ് എസ്പെഷ്യലി 2,4,6 ഡെറിവേറ്റീവ്സ് ഓഫ് ഫീനോൾ അനിലീൻ പരിചയപ്പെട്ടു. എന്നാൽ ഈ ആക്ടിവേറ്റിംഗ് OH അല്ലെങ്കിൽ NH2 ഉള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് മോണോ ബ്രോമോ അല്ലെങ്കിൽ മോണോ നൈട്രോ ഡെറിവേറ്റീവ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. നമുക്ക് ആരംഭിക്കാം. നമ്മൾ ബ്രോമിനേഷൻ ഓഫ് ഫീനോളാണ്. ബ്രോമിൻ വാട്ടർ മാത്രം എടുത്താൽ മതി. ഫീനോള് ഹൈലി ആക്ടിവേറ്റിംഗ് ആയതുകൊണ്ട് ബ്രോമിൻ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് തരും. ദറ്റ് ഈസ് 2,4,6 ട്രൈബ്രോമോ ഫീനോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീനോളിനെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബ്രോമോ ഡെറിവേറ്റീവ് ആക്കി മാറ്റുന്നത്? അപ്പോൾ അതിനുള്ള ചാൻസസ് ഇവിടെ വാട്ടറാണ്. ഇവിടെ ഈ മെക്കാനിസം നമ്മൾ പഠിക്കുമ്പം ഇവിടെ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രോമോണിയം Br+ അയോണാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ അയോണിൻ്റെ അറ്റാക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഇവിടെ വാട്ടറാണ്. വാട്ടർ എന്ന ഡൈപ്പോളാണ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ അക്വസ് മീഡിയത്തിലാണ് ഈ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മീഡിയം നോൺ അക്വസ് ആക്കി മാറ്റുകയാണ്. അതിന് നിങ്ങൾക്ക് CCl4ഉം കാർബൺ ഡൈസൾഫൈഡും ഉപയോഗിക്കുന്നത് നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മിക്സ്ചർ കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നൈട്രേഷൻ നോർമലി നമ്മൾ കണ്ടത് ഫീനോളിനെ നൈട്രേറ്റിംഗ് മിക്സ്ചർ, ദാറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇത് വെച്ചാൽ നൈട്രോണിയം അയോൺ NO2+ എന്നുള്ള നൈട്രോണിയം അയോൺ ഉണ്ടാകുകയും നമുക്ക് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യുന്നതാണ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ നമുക്കത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ലെവലിൽ നിർത്തണമെങ്കിൽ നമുക്ക് ഈ നൈട്രേഷൻ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ചിട്ട് ലോ ടെമ്പറേച്ചറിൽ ക്യാരി ഔട്ട് ചെയ്താൽ യു ഗെറ്റ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, ദാറ്റ് ഈസ് ഓർത്തോ നൈട്രോഫീനോൾ ഓർ പാരാനൈട്രോഫീനോൾ. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ബ്രോമിനേഷൻ ഓഫ് അനിലീനാണ്. നോർമലി അനിലീൻ സിംപ്ലി ഓൺ ട്രീറ്റിംഗ് വിത്ത് ബ്രോമിൻ വാട്ടർ. അക്വസ് ബ്രോമിൻ ഉപയോഗിച്ചാൽ നമുക്ക് 2,4,6 ട്രൈബ്രോമോ അനിലീനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് മാത്രം എങ്ങനെ കിട്ടും? അപ്പോൾ ഫീനോളിൻ്റെ കേസിൽ നമ്മൾ ഈ മീഡിയം ചേഞ്ച് ചെയ്യായിരുന്നു, നോൺ അക്വസ് മീഡിയം എടുത്തു. അപ്പോൾ നമുക്ക് ആ റിയാക്ടിവിറ്റി കുറഞ്ഞിട്ട് മോണോ അല്ലെങ്കിൽ ഓർത്തോ ഓർ പാര അല്ലെങ്കിൽ ഓർത്തോ ആൻഡ് പാര സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. എന്നാൽ അനിലീൻ എങ്ങനെയാണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് തരുന്നത്? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അനിലീൻ്റെ കേസിൽ നമുക്ക് ബെൻസീൻ റിങ് NH2 അല്ലേ, ഈ NH2ൻ്റെ ഈ ലോൺ പെയർ നൈട്രജൻ്റെ ലോൺ പെയർ പ്ലസ് സം ഇഫക്റ്റ് ഉള്ളതായതുകൊണ്ടാണ് നമുക്ക് ഈ പൊസിഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ മെക്കാനിസം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇലക്ട്രോണിനെ ഫുള്ള് കൊടുക്കാതെ ഇരിക്കണമെങ്കിൽ ഈ ഇലക്ട്രോണിനെ പുള്ള് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് CH3COCl, നിങ്ങൾക്കറിയാം അസറ്റൈൽ ക്ലോറൈഡ്. അപ്പോൾ ഈ അസറ്റൈൽ ക്ലോറൈഡ് റിയേജൻ്റ് ഉപയോഗിക്കുമ്പം ഈ Clഉം ഇവിടെ നിന്നൊരു H കൂടെ ചേർന്നിട്ട് HCl എലിമിനേറ്റ് ചെയ്യും. മൈസിൻ റിങ്ങിൽ സൗകര്യത്തിൽ നമ്മളോട് സർക്കിളാണ് വരയ്ക്കുന്നത്, NHCOCH3. ഇതിൻ്റെ പേരെന്താണ്? ഇത് അസറ്റൈൽ ഗ്രൂപ്പും ഇത് അനിലീനുമാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് അസറ്റാനിലൈഡ്. ഈ അസറ്റാനിലൈഡിനെ നമ്മൾ ബ്രോമിനേറ്റ് ചെയ്യണം. അവിടെ ബ്രോമിൻ വാട്ടർ തന്നെ ഉപയോഗിച്ചോളൂ. ബ്രോമിൻ H2O ഉപയോഗിച്ചാൽ ഇവിടെ നമ്മൾക്ക് ഈ ബ്രോമിൻ വരുന്നത് ഒരൊറ്റ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഈ പാരാ പൊസിഷനിലാണ്. സോ യു ഗെറ്റ് ഓൺലി പാരാ ബ്രോമോ അസറ്റാനിലൈഡ് NHCOCH3. എന്തുകൊണ്ടെന്നാൽ ഓർത്തോയും കിട്ടേണ്ടതായിരുന്നു അല്ലേ, പക്ഷെ എന്തുകൊണ്ട് ഓർത്തോ കിട്ടുന്നില്ല? കാരണം ഇവിടെ ഇത്രയും ഒരു ബൾക്കി ആയിട്ടുള്ള NHCOCH3 ഗ്രൂപ്പാണ്. ഒന്ന് ഈ നൈട്രജൻ്റെ
മീസോമറിക് ഇഫക്റ്റ് ഒന്ന് കുറഞ്ഞു. NH2-ൻ്റെ മീസോമറിക് ഇഫക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അതോടൊപ്പം തന്നെ വരുന്ന ബ്രോമിന് ഈ ഓർത്തോ പൊസിഷനിൽ വരാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരിടത്ത് അങ്ങനെ വന്നിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഓർത്തോയിൽ വരാൻ ഈ ബൾക്കി ഗ്രൂപ്പ് സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ്, അതിനെ കാണാതെ ഇതിൻ്റെ അടുത്ത് വരാതെ ദൂരെ കൂട്ടി പാരാ പൊസിഷനിലാണ് ബ്രോമിൻ വന്നിരിക്കുന്നത്. സോ യു ഗെറ്റ് പാരാ ബ്രോമോ അസറ്റാനിലൈഡ് എലോൺ. ഓക്കെ, ഇതാണ് നമുക്ക് കൺട്രോൾഡ് ബ്രോമിനേഷൻ എന്ന് മനസ്സിലാക്കാം. അതായത് സാധാരണഗതിയിൽ ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങിൻ്റെ 3 പൊസിഷൻ 2, 4, 6 പൊസിഷൻസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡെറിവേറ്റീവ് ഓഫ് ഫീനോൾ അല്ലെങ്കിൽ അനിലീൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്നുകിൽ മീഡിയം ചേഞ്ച് ചെയ്യുക, അക്വസ് മീഡിയത്തിൽ നിന്ന് നോൺ അക്വസ് മീഡിയ. ഇവിടെ ഈ പർട്ടിക്കുലർ കേസിലാണ് നമ്മൾ ഇങ്ങനൊരു റിയാക്ഷൻ പറഞ്ഞത്, ബ്രോമിനേഷനാണ് ഇത് ആപ്ലിക്കബിൾ. അതുപോലെ അനിലീൻ്റെ കേസിൽ ഈ അനിലീനെ നമ്മൾ അനിലീൻ്റെ ആക്ടിവേറ്റിംഗ് പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇവിടെ അസറ്റൈലേറ്റ് ചെയ്യുകയാണ്. ഈ അസറ്റൈലേഷന് നമുക്ക് മറ്റൊരു ഗുണവും കൂടെയുണ്ട്. ഈ അനിലീൻ മറ്റേതെങ്കിലും ഒരു റിയാക്ഷനിൽ സ്ട്രോങ്ങർ റിയേജൻസുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ NH2 ഗ്രൂപ്പ് വിൽ ഓൾസോ ബി ഡിസ്ട്രോയിഡ്. NH2 ഗ്രൂപ്പിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ NH2 ഗ്രൂപ്പ് അവിടെ ഇല്ലാതെയാവുകയും മറ്റ് അൺഡിസൈഡ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഈ അസറ്റൈലേഷൻ ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ദിസ് അസറ്റൈലേഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് NH2 ഗ്രൂപ്പ് ഫോർ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അനിലീൻ. ഈ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് NHCOCH3 എന്ത് ചെയ്യണം, വെറുതെ ഹൈഡ്രലൈസ് ചെയ്താൽ മതി. ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴേക്ക് ഇവിടെ നിന്ന് അസറ്റിക് ആസിഡും കിട്ടും, നമുക്ക് ഫ്രീ അനിലീനും കിട്ടും, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലീനും കിട്ടും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഈ അസറ്റൈലേഷൻ റിയാക്ഷനുണ്ട്. ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിച്ചാൽ, ആക്ച്വലി ഫിനോള് നിങ്ങൾക്ക് വേറൊരു മോഡ്യൂളിലാണ്, അനിലീൻ വേറൊരു മോഡ്യൂളിലാണ്. പക്ഷേ സിമിലാരിറ്റി, ഈ റിയാക്ഷൻസിൻ്റെയൊക്കെ സിമിലാരിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിച്ച് അത് കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നതായി കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സാമിനേഷന്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായി റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. പക്ഷേ സബ്ജക്റ്റ് മറക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് എഴുതി പഠിച്ച് അങ്ങനെ മുന്നേറുക. ഓക്കെ, സി യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.